ഇടുക്കി തൊടുപുഴയിൽ MDMA-യും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കാരിക്കോട് സ്വദേശി അർഷിദാണ് പിടിയിലായത്. 11 ഗ്രാം MDMA-യും 2 ഗ്രാം കഞ്ചാവുമാണ് യുവാവിൽ നിന്നും പിടിച്ചെടുത്തത്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, എങ്ങനെയാണ് അർഷിദ് ഇപ്പോൾ പിടിയിലാകുന്നത്? എത്രത്തോളം കഞ്ചാവും മയക്കുമരുന്നുമൊക്കെ ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്? ദിവ്യ, തൊടുപുഴ കേന്ദ്രീകരിച്ച് ലഹരി മരുന്നുകളുടെ വിപണനവും ഉപയോഗവും വ്യാപകമാകുന്നു എന്നുള്ള വിവരം നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന എക്സൈസും പോലീസും എല്ലാം തന്നെ സംയുക്തമായി നടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കലാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ലഹരി വിപണനം കൂടുതലായും നടക്കുന്നത്. അത്തരത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ വിപണനം കൂടുതൽ വർദ്ധിക്കാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കണ്ടിരുന്നു. അത്തരത്തിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഈ രഹസ്യവിവരത്തെ തുടർന്ന് ഇന്നിപ്പോൾ തൊടുപുഴ പോലീസ് ഇത്തരത്തിൽ പ്രതിയെ കസ്റ്റഡി എടുക്കുന്നത്. തൊടുപുഴ കാരിക്കോട് സ്വദേശി അർഷിദാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത്. ഇയാളുടെ പക്കൽ നിന്ന് 11 ഗ്രാം MDMA-യും 2 ഗ്രാം കഞ്ചാവും കണ്ടെത്തിയിട്ടുണ്ട്. ഈ അർഷിദ് കാറിലാണ് ഈ ലഹരി മരുന്നുകളുടെ എല്ലാം വിൽപ്പന നടത്തുന്നത്. നേരത്തെ തന്നെ മുമ്പും ഇത്തരത്തിൽ വിൽപ്പന നടത്തിയിട്ടുള്ള ആളാണ്. പോലീസ് നേരത്തെ തന്നെ ഇയാളെ നിരീക്ഷിച്ചു വരികയാണ്. ഈ കാറ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാറിൽ നിന്നാണ് ഈ ലഹരി വസ്തുക്കളെല്ലാം തന്നെ കണ്ടെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത് അളന്ന് തിട്ടപ്പെടുത്തുന്ന ആ ഒരു ജോലിയിലേക്കാണ് പോലീസ് നടത്തുന്നത്. തൊടുപുഴ CI ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്, സുമേഷ് സുധാകർ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പരിശോധനകളെല്ലാം നടക്കുന്നത്. സാർ, എന്തായിരുന്നു സംഭവം? നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയറോടനുബന്ധിച്ചിട്ട് SP സാറിന്റെ നിർദ്ദേശപ്രകാരം നമുക്ക് സ്പെഷ്യൽ ഡ്രൈവുകൾ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് മയക്കുമരുന്നുകളും കഞ്ചാവും ഒക്കെ നമുക്ക് ഈ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് തൊടുപുഴയിൽ ഇങ്ങനെ പറക്കുന്നുണ്ടെന്ന് നമുക്ക് രഹസ്യവിവരം ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ഈ മാസം ആദ്യം നമുക്കൊരു 40 ഗ്രാം MDMA ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഈ പ്രതിയെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്ന് രാവിലെ നമുക്ക് ഇയാളുടെ അടുത്ത് കിട്ടുന്നത്. ഇയാളുടെ ഒരു 11 ഗ്രാം MDMA ഉണ്ട്, പിന്നെ കുറച്ച് കഞ്ചാവുണ്ട്, കുറച്ച് വിൽപ്പന നടത്തിയ പൈസയുണ്ട്, പിന്നെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ധാരാളം കവറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇനി ബാക്കി ഇതിന്റെ കൂടുതൽ അന്വേഷണം ഇയാൾക്ക് ആരാണ് കൊടുക്കുന്നത്, പിന്നെ ഇയാൾ ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പം പിന്നെ സീസിംഗ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മൾ ഈ ക്രിസ്മസ് ന്യൂ ഇയറോടനുബന്ധിച്ച് നമുക്ക് തൊടുപുഴയിൽ ലഹരി വിമുക്തമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പോലീസിന്റെ എക്സൈസിന്റെ ഒക്കെ ലക്ഷ്യം. തീർച്ചയായും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഈ കാറിനകത്താണ് ഈ അർഷിദ് എത്തിയത്. എന്തായാലും ഈ കാറിൽ ലഹരി വസ്തുക്കളുമായി എത്തുന്നു. പ്രത്യേകിച്ച് തൊടുപുഴയിലെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് ചെറു പൊതികളാക്കി അത് വിപണനം നടക്കുന്നു. ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന ആ ഒരു MDMA-യുടെ ഒരു മൂല്യം എന്ന് പറയുന്നത് 1 ഗ്രാം MDMA-ക്ക് 4500 രൂപ വിപണിയിൽ വില മതിക്കുന്നുണ്ട്. 11 ഗ്രാം MDMA-യും 2 ഗ്രാം കഞ്ചാവുമാണ് അർഷിദിന്റെ കയ്യിൽ നിന്നും എടുത്തിരിക്കുന്നത്. നിലവിൽ ഇത് കൂടാതെ തന്നെ ഇത് വലിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള മറ്റ് സാമഗ്രികൾ എല്ലാം തന്നെ ഈ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ചെറു പൊതികളാക്കി സൂക്ഷിച്ചാണ് വിൽപ്പന നടത്തി വരുന്നത്. അത്തരത്തിൽ ആണ് ഈ വിപണനം നടത്തി വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പരിശോധനകൾ നടത്താനും ആണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ തീരുമാനം.